ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഫോർഡ് ഫിയസ്റ്റയാണ്. അപ്പോൾ ഫിയസ്റ്റയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടെന്ന് എനിക്കറിയാം. ഇത് പ്രത്യേകിച്ച് ലോ ബഡ്ജറ്റ്, വളരെ നമ്മൾ ഓൾട്ടോ ഒരു 2007-8 മോഡലൊക്കെ ഓൾട്ടോയ്ക്ക് മുടക്കുന്ന കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫിയസ്റ്റ മേടിച്ചിടാം. ഇത് സെഡാൻ വാഹനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ബ്ലാക്ക് കളർ വണ്ടിയാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും കളറുകളിൽ ഏറ്റവും നല്ല കളർ ബ്ലാക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. കാരണം വളരെയധികം ഒന്ന് ചെറിയ രീതിയിലൊന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇംപ്രസീവ് ആയിട്ട് കളറാണ് ബ്ലാക്ക്. ഇത് 2008 ഇതിന്റെ മോഡൽ വന്ന പെട്രോൾ വേരിയന്റ് ആണ്. പിന്നെ 96,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫുള്ള് വീഡിയോ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എൻ്റെ വരെ ഒന്ന് കണ്ടേക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു വാഹനമുണ്ട്, നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ പാർക്ക് ആൻഡ് സെൽ ഫെസിലിറ്റി ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ നമ്മുടെ ഈ ഒരു ഷോറൂം, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഷോറൂമിലേക്ക് നിങ്ങൾക്കൊന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ വാക്കിൻ കസ്റ്റമേഴ്സും അതുകൂടാതെ തന്നെ എൻ്റെ ചാനലിൽ കൂടി കിട്ടുന്ന പ്രൊമോഷൻ കൂടി ആയി കഴിയുമ്പോൾ വാഹനങ്ങൾ സെയിലായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്പറിനകത്തേക്ക് ഒന്ന് വിളിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിയസ്റ്റയുടെ വീഡിയോ കണ്ടു തിരിച്ചു തരാം, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫോർഡ് ഫിയസ്റ്റയുടെ 2008 മോഡലാണത്. 2008 മോഡൽ പെട്രോൾ വേരിയന്റ് ആണ്. 96,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. 1388 cc പവറും മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ 68 PS at 4000 RPM ജനറേറ്റ് ചെയ്യും. അതുപോലെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 16.3 kg 2000 RPM ജനറേറ്റ് ചെയ്യുന്ന വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 430 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 45 liters ആണ്. ഈ ഒരു വാഹനത്തിന്റെ ബോഡി ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. ബ്ലാക്ക് കളറിന്റെ ഭംഗിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല രീതിയിലൊന്ന് പോളിഷ് ചെയ്തിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ ഏറ്റവും നല്ല കളറാണ് ബ്ലാക്ക്. ടയർ നോക്കുകയാണെങ്കിൽ പുത്തൻ ടയേഴ്സ് തന്നെ കിടക്കുന്ന ഒരു 90% മുകളിൽ ടയേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സും ആ സെയിം ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമുക്ക് സൈഡിൽ കൂടി ഒന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു SXIയുടെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ഇൻറ്റീരിയർ ആണ് ഇതിൻ്റെ ഭംഗി, ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തന്നേക്കാം. റിയർ ഭാഗത്തെ ടയർ നോക്കിയാൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ടയറിനേക്കാളും പൊടിക്ക് കുറവാണ് ഇതിൻ്റെ കണ്ടീഷൻ നിൽക്കുന്നത്. അതേപോലെ നമുക്ക് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കാണാം. ബാക്ക് സൈഡിൽ ഇവിടെ ആ ഒരു ഡിഫോഗർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി ഒരു സ്പോയിലേഴ്സ് നിങ്ങൾക്ക് കാണാം. 1.6 ഒരു ബാഡ്ജിങ് ആണ്. ഡ്യൂറാ ടോർക്കാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഫോർ ഡോർ പവർ വിൻഡോന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഡോർ പാഡ് തന്നെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇന്റീരിയർ ഭാഗങ്ങൾ വിശദമായിട്ട് നോക്കണമെങ്കിൽ ആ സീറ്റ് കവേഴ്സും കൂടെ കാണാൻ പറ്റും. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന സീറ്റ് കവേഴ്സാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബീച്ച് തീമിലാണ് ഇന്റീരിയേഴ്സ് ഒക്കെ പോയേക്കുന്നത്. ഡാഷ്ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ്സും കൂടെ കാണാൻ പറ്റും. സെൻട്രൽ കൺസോളും അതേപോലെ തന്നെ ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ കിലോമീറ്റേഴ്സും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ സെൻട്രൽ പാനലൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. കണ്ടോ, വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു സെൻട്രൽ കൺസോൾസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീറ്റ്സൊക്കെ വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് സ്റ്റിച്ച്ഡ് കവേഴ്സാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ റിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 2 ഡ്യുവൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്കൊരു ആം റെസ്റ്റ് വരുന്നുണ്ട്. ലാവിഷ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൂഫ് നിങ്ങൾക്ക് കാണാം. റൂഫും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലീൻ ആയിട്ടുള്ള റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നെക്സ്റ്റ് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എത്ര ഓടി എന്നുകൂടി ഞാൻ കാണിച്ചു തന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 96,200 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. വിത്ത് എയർ ബാഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡും കൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആ സീറ്റ് കവേഴ്സ് നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ നമുക്ക് ബാക്കിലെ ട്രെയും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ആംറസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ ബ്രോഡായിട്ടുള്ള ആംറസ്റ്റ് നമുക്ക് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ബലം പിടിച്ചിട്ടൊന്ന് ഡൗൺ ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നത് കണ്ടോ, ക്ലീൻ ആയിട്ടുള്ളൊരു ആംറസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം കൂടി ഒന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ബോണ്ടൺ അപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം.
വളരെ വൃത്തിയോടുകൂടി ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ ഭാഗം എന്ന് പറയുമ്പോൾ ഡ്യുവൽ വർക്ക് എഞ്ചിനാണ് വരുന്നത്. കൂടാതെ തന്നെ പെട്രോൾ വേരിയൻ്റ് ആണ്. നമുക്ക് എല്ലാ ഭാഗങ്ങളും ഇവിടെ നോക്കാം. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന ക്വാളിറ്റി പീസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ നോക്കാവുന്നതാണ്. ഈ ഒരു ഹുഡും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എന്തെങ്കിലും ആക്സിഡൻറ്റോ ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 430 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും കൂടി നോക്കേണ്ടിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കിയേക്കാം. ഞാൻ ബൂട്ടൊന്ന് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. വളരെ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ വാഹനം തരുന്നത്. അത് മാത്രമല്ല 2008 മോഡലാണ് കൂടി ആലോചിക്കണം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ബൂട്ട് സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ റൂഫായാലും എല്ലാ ഭാഗങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാവുന്നതാണ്. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ടയർ ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. ആ ക്യാബിനൊക്കെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ വില ഭാഗത്തേക്ക് ഒന്ന് കടന്നേക്കാം. നിങ്ങളിപ്പോൾ 2008 മോഡൽ ഫോർഡ് ഫിയസ്റ്റ ബ്ലാക്ക് കളറായിട്ടുള്ള ആ ഒരു നല്ല അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ വാഹനത്തിൻ്റെ ഫുൾ വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടന്നേക്കാം. ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്തേക്കാം. അത് മാത്രമല്ല വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ആ പേജിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്തേക്കാം. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,20,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടോ ഒക്കെ 2006 2007 മോഡലൊക്കെ ഓൾട്ടോ ചിലവഴിക്കുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർഡ് ഫിയസ്റ്റ സെഡാൻ മോഡൽ വാഹനം സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2008 മോഡലാണ്. നിങ്ങൾ ഈ ചെറിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ 2007 മോഡലൊക്കെ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇത് 2008 മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആഴ്ചകളിലേക്ക് വൈകി പോകും. അപ്പോഴത്തേക്കും വാഹനങ്ങൾ സെയിലായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തേക്കാം എല്ലാവരും. അത് മാത്രമല്ല നമുക്ക് ഡെയിലി നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. തരാം.